السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നമ്മളിവിടെ രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. രണ്ട് പുസ്തകങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് പുസ്തകങ്ങൾ, ഒരു പുസ്തകവും ഒരു ആർട്ടിക്കിളും നേരത്തെ ഷെയർ ചെയ്തിരുന്നതാണത്. അപ്പോ അത് വേണ്ടവണ്ണം കാണാൻ പറ്റുന്നോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോ നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളിന്ന് സംസാരിച്ചു വെച്ചതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഒന്നുകൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന്, നിങ്ങളിവിടെ കാണുന്നുണ്ട് എന്താണ് ഇസ്ലാമിലെ ശിക്ഷാവിധികൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ ഈ ആർട്ടിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ the first thing is the Islam, the principles provided in a human society regarding equality, dignity and other rights. These are the basic things in a human society the members of that society explores, members of that society enjoys. From the revolution of the universe, humans explore new ways of living and set principles for individuals. These principles are provided them freedom, equality, dignity and other rights. സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ മാന്യത, ഡിഗ്നിറ്റി, പദവി, ചില ഡിഗ്നിറ്റികളുണ്ട്, അന്തസ്സ്, അതുപോലെ ചില അവകാശങ്ങൾ. ഇത്രയുമാണ് പ്രധാനമായിട്ട് നൽകുന്നത്. അപ്പൊ ഇസ്ലാമിക് ലീഗൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് ഇൻവിഗറേറ്റഡ് ഇൻ സെക്യൂറിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങൾ നേടുന്നതിൽ ഇസ്ലാമിലെ നീതിന്യായ വ്യവസ്ഥ വളരെയധികം പോസിറ്റീവാണ്, സപ്പോർട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓൺ വയലേഷൻ ഓഫ് ദോസ് റൈറ്റ്സ് പണിഷ്മെന്റ് ഇമ്പോസസ്. അത്തരത്തിലുള്ള മനുഷ്യന് നൽകപ്പെടേണ്ട സ്വാതന്ത്ര്യം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം, അവന്റെ തുല്യത, അവന്റെ പദവി, അവന്റെ അവകാശങ്ങൾ, ഇത് നിഷേധിക്കപ്പെടുന്ന തരത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന കുറ്റങ്ങൾക്കാണ് പണിഷ്മെന്റ് നൽകുന്നത്. Punishments imposes on the violation of those rights, those human rights. And Islamic criminal law, as any other things and all other laws and principles in Islam, the Islamic criminal law also bounded with the Quran, Hadith, Ijma and Qiyas. So Islamic Sharia is based upon primarily on Quran and the Hadith and the Ijma and Qiyas. These are the four fundamental bases on which Islamic judicial and legal system exists. So Islamic injunctions strengthen the rights of Muslims as well as non-Muslims, such as rights of minorities, living rights, liberty, freedom of thought and speech. അതുകൊണ്ട് ഇസ്ലാമിക് ഇൻജക്ഷൻസ്, ഇസ്ലാമിന്റെ തത്വങ്ങൾ, ഇസ്ലാമിന്റെ ആഹ്വാനങ്ങൾ മുസ്ലിങ്ങളുടേതും അതുപോലെ നോൺ മുസ്ലിംസിന്റെയും, മുസ്ലിങ്ങളുടേതും മുസ്ലിം അല്ലാത്തവരുടെയുമായ എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾ, മുസ്ലിങ്ങളുടെ അവകാശം, അതുപോലെ നോൺ മുസ്ലിങ്ങളുടേതായ അവകാശങ്ങൾ എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, അതുപോലെ ലിവിങ് റൈറ്റ്സ്, ജീവിക്കാനുള്ള അവകാശം, ലിബർട്ടിയുടെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശം, ഫ്രീഡം ഓഫ് തോട്ട്, ചിന്തയുടെ, വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങളിൽ ഇസ്ലാം തന്നെ അതിലെ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. അതുപോലെ ആധുനിക കാലഘട്ടത്തേക്ക് വരികയാണെങ്കിൽ ഇസ്ലാമിക് criminal justice system, ICJ, has a well-organized lawful structure. And in advanced world, the Universal Declaration of Human Rights also plays a central role to build a layout in protecting human rights. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ അന്താരാഷ്ട്ര UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അത് പിന്നീട് വന്ന ഒരു കാര്യമാണ്. അതായത് ഈ UDHRന്റെ ഡിക്ലറേഷൻസ് വരുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള അവകാശങ്ങൾ എൻവിസേജ് ചെയ്യുന്ന തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ ലോകം നിലനിൽക്കുന്നു. അപ്പൊ അതിന് എങ്ങനെയാണ് ഇവിടെ ഇത് തമ്മിൽ ബന്ധപ്പെടുന്നതെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഈ ആർട്ടിക്കിൾ നോക്കാം.
In this study, theoretically examines and found the ICGS plays a significant role to protect the society and well-being and humanity. It works for every individual living in this world and secure the human rights in all manners. അപ്പോൾ ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. So in this advanced era, international human rights law is characterized as the law that deals with the protecting peoples and groups infringement of their internationally ensured rights, and with the advancement of these rights. However, the ancient nations people did not have a similar modern day exogitation of universal human rights. അപ്പോൾ ഇതാണ് നമ്മൾ, അതായത് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും 1948 UDHR ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ 2 1948 UN യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നത്. ഇന്ന് എത്രയോ മുമ്പ് തന്നെ ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണത്തിൽ ആണ് യഥാർത്ഥത്തിൽ മൗലികമായി ലോകത്താദ്യമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദീകരിക്കാം. പക്ഷെ അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഈ ആധുനിക കാലത്ത് ഈ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടക്കുന്നത് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സോടുകൂടിയാണ്. അതിന് മുമ്പുള്ള പൗരാണിക കാലത്ത് അത്തരത്തിലൊരു നിയമ സംവിധാനം മനുഷ്യാവകാശം നിലനിന്നിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. However, the ancient nations people did not have similar modern day exogenation of human rights. അപ്പൊ അതുകൊണ്ട് the origin of human rights is old as human being and became the part of universal declaration of human rights. The origin of human rights is old as a human being and become the part of universal declaration of human rights. UDHR അഡ്രസ് ചെയ്യുന്നത് മനുഷ്യോൽപത്തി മുതൽ മനുഷ്യനെ ലഭിക്കേണ്ടിരുന്ന ഒരു മനുഷ്യാവകാശത്തെ സംബന്ധിച്ചാണ്. അത് പറയുന്നതെന്നാണ് അവകാശം. 1948 since 1948 and it's wrong the people to follow the basic layout of human rights set by UDHR. അതായത് UDHR എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിന്റെ ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് declares that the article 1 declares that human rights, as all human beings are born free and equal in dignity and rights. They are endowed with reasons and conscience and should act towards one another in spirit of brotherhood. The most elementary ideas and values of human rights are expressed in this article: human dignity, freedom and equality. അപ്പോൾ ഈ 3 അടിസ്ഥാനങ്ങളിലാണ് അത് നിലനിൽക്കുന്നത്. മനുഷ്യന്റെ അന്തസ്സ്, മനുഷ്യന്റെ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ തുല്യത. മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യൻ ലഭിക്കേണ്ടതാണ് മനുഷ്യൻ എന്ന നിലയിലുള്ള തുല്യത, മനുഷ്യൻ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യം, മനുഷ്യൻ എന്ന നിലയിലുള്ള അന്തസ്സ്. ഇത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നാണ് UDHR ആർട്ടിക്കിൾ 1 പറയുന്നത്. UDHR ആർട്ടിക്കിൾ 2 define as human rights എന്ന് പറയുന്നത് everyone is entitled to all rights and freedoms set forth in the declaration without distinction of any kind, such as race, color, sex, language, religion, political or other opinion, national or social origin, property, birth or other status. അതായത് ജന്മം കൊണ്ട് ജനിച്ച ഇതിന്റെ സ്റ്റാറ്റസ് കൊണ്ട്, ജനിച്ചത് എന്റെ കുടുംബത്തിന്റെയോ മറ്റു തരത്തിലുള്ള പദവികൾ കൊണ്ട്, സ്വത്ത് കൊണ്ട്, സാമൂഹികമായ സോഷ്യൽ ഓറിജിൻ, സാമൂഹികമായ സോഴ്സ് എവിടെയാണ് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ദേശീയമായ വ്യതിരിക്തതകൾ കൊണ്ടോ, അല്ലെങ്കിൽ ഏത് റേഷ്യൽ ഏത് വിഭാഗത്തിൽപ്പെട്ടാണ്, ഏത് നിറത്തിലുള്ള ആളാണ്, ആൺ പെൺ വ്യത്യാസത്തിൽ ഏതാണ്, ആണാണോ പെണ്ണാണോ, അവർ സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളുടെയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ, ദേശീയമായോ സാമൂഹികമായോ സ്വത്തിന്റെ അടിസ്ഥാനത്തിലോ ജന്മം കൊണ്ടോ ഒരു വകതിരിവ് മനുഷ്യരുടെ ഇടയിൽ പാടില്ല എന്നുള്ളതാണ് UDHR ആർട്ടിക്കിൾ 2 പറയുന്നത്. UDHR ആർട്ടിക്കിൾ 2 defines human rights as everyone is entitled to all rights. എല്ലാ മനുഷ്യർക്കും എല്ലാവിധ അവകാശങ്ങളും നൽകപ്പെടണം. ആൻഡ് ഫ്രീഡം, എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഈ ഡിക്ലറേഷനിൽ ഉറപ്പുവരുത്തുന്നു. വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് എനി കൈൻഡ്, ഏത് തരത്തിലുള്ള പക്ഷപാതിത്വവും വേർതിരിവും പാടില്ല. അതെങ്ങനെ? അത് റേസിന്റെ,
അത് ഏത് വിഭാഗത്തിൽ മംഗോളിയൻസ് ആണോ, അതുപോലെ നീഗ്രോസ് ആണോ, അങ്ങനെയൊക്കെയുള്ള റേഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് കൊണ്ട്, അല്ലെങ്കിൽ കളർ ഏത് നിറത്തിലുള്ള ആൾക്കാരാണെന്നുള്ളതിൽ, ആൺപെൺ സെക്സിന്റെ അടിസ്ഥാനത്തിലോ, സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിലോ, മതത്തിന്റെ അടിസ്ഥാനത്തിലോ, റിലീജിയൻ ഓർ പൊളിറ്റിക്കൽ ഓർ അതർ ഒപ്പീനിയൻ, അവരുടെ രാഷ്ട്രീയപരമോ അല്ലാത്തതോ ആയ അഭിപ്രായങ്ങളുടെ പേരിൽ, അവരുടെ ദേശീയതയുടെ പേരിൽ, നാഷണാലിറ്റിയുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സോഷ്യൽ ഒറിജിൻ, അവരവിടെ ഏത് സാമൂഹിക വിഭാഗത്തിൽ നിന്നാണ് ജനിച്ചവർ എന്ന നിലയിൽ, അല്ലെങ്കിൽ അവരുടെ സ്വത്തിന്റെ അടിസ്ഥാനത്തിലോ, അവർ ജനിച്ച സമൂഹത്തിന്റെ പദവിയുടെ അടിസ്ഥാനത്തിലോ ഒന്നും ഒരു തരത്തിലുള്ള വേർതിരിവും പാടില്ല എന്നുള്ളതാണ് UDHR ആർട്ടിക്കിൾ 2 പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതെല്ലാം ഈ ആർട്ടിക്കിളുകളെല്ലാം അങ്ങനെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് 1948 ശേഷം രൂപപ്പെട്ട ഈ മനുഷ്യാവകാശ നിയമങ്ങളൊക്കെ തന്നെ അതിനെല്ലാം കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാമിക് ലീഗൽ സിസ്റ്റം. ഇസ്ലാമിക് ലീഗൽ സിസ്റ്റം diverges from other lawful methodologies as civil practice as portrayed by law codification. Common law more dependent on restricting legal points of references. RFA 2018, the concept of sovereignty in Islam is entirely different from the Western concept of sovereignty. Islam teaches that sovereignty belongs to Allah and alone, and no human being can be the lord of other human beings. ഇതാണ് ഇസ്ലാമിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. മറ്റെല്ലാ മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളും മനുഷ്യന്റെ സോവറിനിറ്റി, മനുഷ്യന്റെ പരമാധികാരത്തെ ഉപയോഗിക്കുകയും ഇസ്ലാം മാത്രം ദൈവത്തിന്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. പരമാധികാരം ദൈവത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവിക നിയമങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിയമങ്ങളായി വരേണ്ടത്. അതാണ് ഇതിന്റെ ബേസിക്. ദ ഇസ്ലാമിക് ലീഗൽ സിസ്റ്റം ഡൈവേർജസ് ഫ്രം അതർ ലോക്കൽ മെത്തഡോളജീസ്. മറ്റെല്ലാ നിയമപരമായ വ്യവസ്ഥകളിലും ഇസ്ലാമിക നിയമവ്യവസ്ഥ വ്യതിരിക്തമായിരിക്കും. അത് മനുഷ്യന്റെ സിവിൽ നിയമങ്ങളുടെ നടത്തിപ്പിലായാലും അതുപോലെ മനുഷ്യന്റെ പൊതു നിയമങ്ങളുടെ കാര്യത്തിലായാലും. കോമൺ ലോ മോസ്റ്റ് ഡിപ്പെൻഡന്റ് ഓൺ റെസ്ട്രിക്റ്റിംഗ് ലീഗൽ പോയിന്റ്സ് ഓഫ് റെഫറൻസ്. അറഫ ചാപ്റ്ററിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ദ കൺസെപ്റ്റ് ഓഫ് സോവറിറ്റി ഇൻ ഇസ്ലാം, ഇസ്ലാമിലെ പരമാധികാരം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് സോവറിറ്റി ഇൻ ഇസ്ലാം. സോവറിറ്റി പാശ്ചാത്യമായ രൂപത്തിലുള്ള പരമാധികാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇസ്ലാമിന്റെ പരമാധികാര സങ്കല്പം. കാരണം ഇസ്ലാം ടീച്ചേഴ്സ് that sovereignty belongs to Allah alone and no human being can be lord of other human beings. അതാണ് എന്റെ പ്രിൻസിപ്പിൾ. അതുപോലെ in English the word Islam means surrender or submission. According to Islamic belief it means that persons should surrender to the will of God. അതാണ് കാഴ്ചപ്പാട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എല്ലാ സോവർണിറ്റി എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്. പരമാധികാരം ദൈവത്തിനുള്ളതാണ്. ഒരിക്കലും മനുഷ്യർക്ക് മറ്റൊരു മനുഷ്യരുടെ പരമാധികാരം നടപ്പാക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ഇസ്ലാം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം സമർപ്പിക്കുക, സറണ്ടർ, സബ്മിഷൻ എന്നൊക്കെയാണ്. ഐ സറണ്ടർ ടു ദ വിൽ ഓഫ് ഗോഡ്, സബ്മിഷൻ ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പൂർണ്ണമായും കീഴൊതുങ്ങുക, വണങ്ങുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സങ്കല്പം. അതുകൊണ്ട് അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ from the last few decades, Islamic criminal law gets the attention of Western world. They probably believe that God, not man. അപ്പൊ അതുകൊണ്ട് പാശ്ചാത്യ ലോകം ഇസ്ലാമിക് ക്രിമിനൽ ലോയെ സംബന്ധിച്ച് കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായി എന്നുള്ളതാണ് ആധുനികമായിട്ടുള്ള ഒരു പ്രവണത. ഇതാണ് ഇവിടെ ബേസിക് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക് ലീഗൽ സിസ്റ്റം diverges from other lawful methods. The Quran is revealed 1400 years back on Holy Prophet Muhammad. The Islamic Sharia system the Quran is revealed 1400 years back on Holy Prophet Muhammad. The Islamic Sharia took guidance from its primary source Quran. On the Hadith, Ijma and Qiyas and are three other basic sources for Islamic judicial and criminal system. Islamic legal system. ഇസ്ലാമിക നിയമവ്യവസ്ഥയെ, ഇസ്ലാമിക് ശരീഅത്തിനെ
അടിസ്ഥാനപ്പെടുത്തുന്നത് പ്രധാനമായും ഖുർആനാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി പ്രവാചകൻ നവീകരണമായ ഖുർആനാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന മാനിഫെസ്റ്റോ, അല്ലെങ്കിൽ അതിന്റെ ഇസ്ലാമിന്റെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദാംശങ്ങളും ഹദീസും പണ്ഡിതന്മാരുടെ ഏകോപിതമായ അഭിപ്രായങ്ങളാണ് ഇജ്മാ. ഖിയാസ് എന്ന് പറയുന്നത് ഒരു മുൻ മാതൃക ഇല്ലാത്ത വിഷയങ്ങളിൽ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നിയമനിർദ്ധാരണം നടത്താനുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ അവകാശം. ഇങ്ങനെയാണ് 4 കാര്യം. ഖുർആനാണ് കൃത്യമായി ഏറ്റവും വലിയ അടിസ്ഥാന പ്രമാണം. അതിനോട് ചേർന്നും, ഖുർആനോട് സമരസപ്പെട്ടും ചേർന്നും അതിന് തുല്യ ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഖുർആനിനോട് തുല്യമായി, ഖുർആനാണ് അടിസ്ഥാനം, പക്ഷെ ഖുർആനിലെ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായ ഹദീസാണ്. അപ്പൊ സഹിഹായ ഹദീസുകളാണ് ഖുർആനെ എൻഡോസ് ചെയ്യുന്നത്. അപ്പൊ അത് ആ അർത്ഥത്തിൽ ഹദീസും ആണ് ഏറ്റവും അടിസ്ഥാനം. ഖുർആനും ഹദീസുമാണ് അടിസ്ഥാന പ്രമാണം. അതിനെ പിന്തുണയ്ക്കുന്നതാണ് ഖുർആനിനും ഹദീസിനും അധിഷ്ഠിതമായ പണ്ഡിതന്മാരുടെ ഏകോപിത അഭിപ്രായമാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനമായ ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. 4-മത്തത് ഖിയാസാണ്. അതായത് ഖുർആനിലോ ഹദീസിലോ പ്രത്യക്ഷമായ ഒരു നിയമനിർമ്മാണം നടത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ ഖിയാസ് എന്ന് പറയുന്നത് ആ ഖുർആൻ സമാനമായ വിഷയങ്ങളിൽ ഖുർആനും ഹദീസും എടുത്ത നിലപാടുകളെ അപഗ്രഥിച്ചുകൊണ്ട് ഈ പുതിയ വിഷയത്തിൽ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക പണ്ഡിത സമൂഹം ഒരു വിഷയത്തിൽ എടുക്കുന്ന നിർമ്മിതമായ തീർപ്പിനെയാണ് ഖിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഗവേഷണാത്മകമായ നിയമം, അതും യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ പ്രമാണം. അതുകൊണ്ട് ആൻഡ് ബൗണ്ട് പീപ്പിൾ ടു ഫോളോ ഡയറക്ഷൻ ലേഡ് ബൈ ഖുർആൻ. Islam shows the rule of law within the state. Islamic law from beginning to onwards always protect the human being. അതുകൊണ്ട് ഒരു ഫോക്കസ് ലൈൻ ഇവിടെയാണ്. Islamic law from beginning to onwards always protect the human rights. മനുഷ്യാവകാശങ്ങൾ എപ്പോഴും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പോക്കാണ് ഇസ്ലാമിന്റെ. ഇതാണ് ഇതിന്റെ വിഷയമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു നിയമ ഡിപ്പാർട്ട്മെന്റിലെ ഒരു റിസർച്ച് സ്കോളറിന്റെ ആർട്ടിക്കിളാണ്. മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ്, അതാണ് അടുത്തൊരു കാര്യം. ഒരു സൊസൈറ്റിയിൽ മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് വിത്തിൻ ദി ഇസ്ലാമിക് സ്റ്റേറ്റ് ബൈ ഗിവിംഗ് ദ റിലീജിയസ് ലിബർട്ടി. ഈ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം ആരാണ് ഇസ്ലാമിക സമൂഹത്തിലെ പ്രജ എന്നൊരു ചോദ്യം. സബ്ജക്റ്റ് ആരാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല. കാരണം ഇസ്ലാമിക സമൂഹം ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്തിക്കൊണ്ടുപോയിട്ടുള്ളതല്ല ഇസ്ലാമിക ചരിത്രത്തിന്റെ വസ്തുത. ഇസ്ലാമിക ഭരണകൂടം അതിന്റെ സംസ്ഥാന പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഏറ്റവും ആധുനികമായ കാലഘട്ടം വരെ ഇസ്ലാമിക സമൂഹം കൈകാര്യം ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്ത, ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളെയും മുസ്ലിങ്ങൾ അല്ലാത്തവരെയുമാണ്. അതായത് മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് വിതിൻ ദ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ബൈ ഗിവിംഗ് ദം റിലീജിയസ് ലിബർട്ടി ആൻഡ് ഷീൽഡ് ഫോർ ദർ കൾച്ചറൽ ട്രഡീഷൻസ്. അത് എല്ലാ അർത്ഥത്തിലുള്ള ലിബർട്ടി, സ്വാതന്ത്ര്യം, മതപരമായ സ്വാതന്ത്ര്യം വകവച്ചു കൊടുത്തുള്ള ഒരു നിയമവ്യവസ്ഥയാണ് ഇസ്ലാമിന്റെ ലീഗൽ സിസ്റ്റം. അത് മുസ്ലിങ്ങളെ മാത്രം എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമില്ല. ഇസ്ലാമിക് ലോ ഈസ് യുണീക് ഇൻ ഗ്യാരണ്ടിങ് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഈ വ്യക്തിയുടെ അവകാശങ്ങൾ നിർണയിച്ചു കൊടുക്കുന്നു. ഡെലിക്കേറ്റ് പീസ് ആൻഡ് സെക്യൂരിറ്റി, സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തും. ഓരോ വ്യക്തിക്ക് ഉറപ്പുവരുത്തുന്നതിൽ ഇസ്ലാമിക നിയമം വളരെ വലിയ ശ്രദ്ധയാണ് പുലർത്തുന്നത്. അപ്പോൾ ഇസ്ലാമിക് legal and judicial system is based on 3 classes of punishment such as hadd. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 തരം ശിക്ഷാരീതികളാണ് ഇസ്ലാം മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നത്. ഒന്ന് ഹദ്ദാണ്, ദാറ്റ് ഇസ് ബ്രീച്ച് ഓഫ് പബ്ലിക് റൈറ്റ്സ്, മനുഷ്യന്റെ അവകാശങ്ങൾ, ഓർ ഗോഡ്സ് റൈറ്റ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവകാശം. മനുഷ്യന്റെയോ ദൈവത്തിന്റെയോ അവകാശങ്ങൾ ഹനിക്കുന്നിടത്ത് നൽകപ്പെടുന്ന ഹദ്ദുകളാണ് ഒരു ശിക്ഷ. മറ്റൊന്ന് തഅസീർ എന്ന് പറയുന്നത്, അതായത് വ്യക്തിയുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകുന്ന ശിക്ഷാരീതികൾ തഅസീർ. മൂന്നാമത്തെ അസിയാസ, വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ അവകാശങ്ങൾ, സ്റ്റേറ്റിന്റെ അവകാശങ്ങൾ. ഭരണകൂടത്തിന്റെ വിശേഷമായ ഒരു പൊളിറ്റിയിൽ, ഒരു ലീഗൽ സിസ്റ്റത്തിൽ, ഒരു സിവിൽ ലോയിൽ, അല്ലെങ്കിൽ ഒരു പൗര സമൂഹത്തിൽ ഭരണകൂടങ്ങൾ
മുന്നോട്ട് വയ്ക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങൾ. ആ നിയമ സംവിധാനങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതല്ല, അത് ലംഘിച്ചതിന് ശിക്ഷയാണ്. അപ്പൊ 3 തരത്തിലുള്ള ശിക്ഷ. ഹദ് എന്ന് പറയുന്നത് പൊതുവായ മനുഷ്യന്റെ മാനവികതയുടെ പൊതു അവകാശങ്ങളെയും ദൈവത്തിന്റെ അവകാശങ്ങളെയും നിഷേധിക്കുന്നിടത്ത് നൽകപ്പെടുന്ന ശിക്ഷയാണ്. താസീർ എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളുടെ മേൽ അതിന് ഉത്തരവാദിയായവർ ശിക്ഷിക്കാനുള്ളതാണ്. മറ്റൊന്ന് ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശിക്ഷ. ഇതിന് 3 തരത്തിലുള്ള ശിക്ഷ ആയിരിക്കണം. അടുത്ത ഇതിലാണ് കൺസെപ്റ്റ് ഓഫ് ക്രൈംസ് ഇൻ ഇസ്ലാം.